ദിവ്യ സംഗീതം ആകാശത്ത് മുഴങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഒരു അശരീരി കേട്ടു. ദുര്യോധനെ എന്തായാലും ചതുവിലൂടെയാണ് കൊന്നിരിക്കുന്നത്. ഇതേപോലെയാണ് ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും പുരുശ്രവസിനെയും കൊന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പാണ്ഡവർക്ക് ഒരുപാട് നാണക്കേട് തോന്നി. ഇത് കേട്ടിട്ട് ഭഗവാൻ വീണ്ടും അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കാതെ, നേരായിട്ടുള്ള യുദ്ധത്തിൽ ഇവരെ ഒന്നും കൊല്ലാൻ കഴിയില്ല. ദിക്പാലകന്മാർക്ക് പോലും ഇവരെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുറ്റബോധം വയ്ക്കേണ്ട ആവശ്യമില്ല അവരെ കൊന്നതിൽ. ശക്തരായിട്ടുള്ള ഒരു എതിരാളിയെ തോൽപ്പിക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ പ്രത്യേകിച്ചും എതിരാളി തന്നെ ചതിവും വഞ്ചനയും ചെയ്യുന്നവരാണ്, അധർമ്മം ചെയ്യുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അശരീരി അന്നേരം ആരാ പറഞ്ഞു? അതും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഇവിടെ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചതിവിലൂടെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചതിവിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഭഗവാൻ കൃഷ്ണൻ. തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഭഗവാൻ അനുവദിച്ചതുകൊണ്ട് അത് ഓക്കെ. എല്ലാ സാഹചര്യത്തിലും ഇത് ഓക്കെ അല്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇതേപോലെ ഭഗവാൻ ചെയ്തതല്ലേ, ഇവനെ നമുക്കും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് ഭഗവാനാണ്. ഭഗവാൻ കൃഷ്ണനെ കോപ്പി ചെയ്യരുത്, രാമനെ കോപ്പി ചെയ്യാം. ഭഗവാൻ കൃഷ്ണൻ തെറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയാലും അത് വലിയൊരു ശരിയായിരിക്കും. വെണ്ണ കട്ട് തിന്നില്ലേ? രാത്രിയിൽ ഗോപിയന്മാരോട് രാസലീല ചെയ്തില്ലേ? ഇതെല്ലാം അധർമ്മമായിട്ട് തോന്നാം, പക്ഷെ അധർമ്മമല്ല. ഇത് ഭഗവാൻ കൃഷ്ണനായതുകൊണ്ട് അത് വലിയ ശരിയാണ്. എന്നിട്ട് ഈ അശരീരിയും ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് ഈ ദുര്യോധനെ കുറ്റം പറയുന്നതും ഭഗവാൻ തന്നെയാണ്. അതാണ് ഭഗവാൻ ഭയങ്കര നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ മിസ്റ്റീരിയസ് ആണ്. ഒരുപാട് നിഗൂഢതകളുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ഉള്ളിൽ. ഇനി ഭഗവാന് ഇവരെ ആരെയും ചതിവിലൂടെ അല്ലാതെ കൊല്ലാൻ പറ്റത്തില്ലേ? കൊല്ലാൻ പറ്റും. പക്ഷെ ചതിയന്മാരെ ചതിവിലൂടെ തന്നെ കൊല്ലണം, അധർമ്മികളെ അധർമ്മത്തിലൂടെ തന്നെ കൊല്ലണം എന്ന് ഭഗവാന്റെ ഒരു നിർബന്ധമാണ്. അതുകൂടാതെ ഇത് അധർമ്മമാണ് എന്ന്, അതായത് പാണ്ഡവർ ചെയ്തതും ചതിവാണ് എന്നും ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കുകയാണ്. പക്ഷെ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. ഒന്ന് ആലോചിക്കും മഹാഭാരതത്തിന്റെ ആ ഒരു ഡെപ്ത് എന്താണെന്ന്. ഇതിന്റെ പേരിൽ ഭഗവാൻ ചതിവിനെയും അധർമ്മത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയല്ല. പാണ്ഡവർ ചെയ്തത് തെറ്റാണ്, പക്ഷെ വേറെ വഴിയില്ല. ഒന്ന് ആലോചിച്ചു, ദുര്യോധൻ ചെയ്തത് ശരിയാണോ? ദേഹം മുഴുവൻ വജ്രമാക്കി വെച്ചിരിക്കുന്നു. ദ്രൗപദി ദേവിയെ അപമാനിച്ചത് ശരിയാണോ? ഭീഷ്മര് കൗരവരുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നത് ശരിയാണോ? അന്നേരം അധർമ്മത്തെ നീക്കാൻ അധർമ്മം വേണ്ടി വന്നു. അന്നേരം ഭഗവാൻ ഇവിടെ പറയുന്നത്, നിർണായക സാഹചര്യത്തിൽ അത്രയ്ക്ക് വേറെ ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം എടുത്തേക്കാം, അങ്ങനെയുള്ള ഒരു ഉപായം എടുക്കേണ്ടി വരാം. പക്ഷെ അത് എന്നൊന്നും ഒരു നിയമമായിട്ട് ഉപയോഗിക്കുക അല്ലേ? അതാണ് ആ ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്.